നാം ധ്യാനിക്കുന്ന ധ്യാന ചിന്ത സമയത്തിന്റെ വിനിയോഗം, കുടുംബ സമർപ്പണത്തിനുള്ള മുൻഗണന, പ്രയോറിറ്റൈസിംഗ് ഫാമിലി ഡിവോഷൻസ് എന്നതാണ്. അതിനാധാരമായ വേദഭാഗം ജോഷുവയുടെ പുസ്തകം 24 അധ്യായം 15 വാക്യം. ദൈവസ്നേഹത്താലും ദൈവിക കൃപയാലും തുന്നിച്ചേർത്ത മനോഹരമായ ഒരു ചിത്ര തിരശീലയാണ് ക്രിസ്തീയ കുടുംബം. ദൈവിക ആരാധനകളിലും കൂട്ടായ്മകളിലും കുടുംബമായി പങ്കെടുക്കുക എന്നത് പുരാതന കാലം മുതലേയുള്ള ഒരു ചട്ടമാണ്. അബ്രഹാമിന്റെയും എൽഖാനയുടെയും തിരുകുടുംബത്തിന്റെയും മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. കുടുംബമായുള്ള ആരാധനയാണ് ഏറ്റവും വിശിഷ്ടമായ ആരാധന. നമ്മുടെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരാധനാലയത്തിൽ കുടുംബമായി കടന്നു വരുന്നതിന്, സന്ധ്യാപ്രാർത്ഥനകൾ കുടുംബത്തോടൊപ്പം ചെയ്യുന്നതിന് അവർ എത്രമാത്രം ശ്രദ്ധാലുക്കളായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ പോലെ സാങ്കേതികമായി പുരോഗതി ഒന്നും കൈവരിക്കാത്ത കാലങ്ങളിൽ കുടുംബ കൂട്ടായ്മകൾ നടത്തുന്നതിനും ദൈവത്തിനു വേണ്ടി സമയം കണ്ടെത്തുന്നതിനും ദൈവിക ആരാധനകൾ അപ്രകാരം അർത്ഥവത്താക്കുന്നതിനും സാധിച്ചിരുന്നു. തന്റെ മുമ്പിലുണ്ടായിരുന്ന എല്ലാവിധ പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവ ആരാധനയ്ക്കും ഒന്നാം സ്ഥാനം നൽകുന്നതിന് ജോഷുവയ്ക്ക് സാധിച്ചു എന്നത് ജോഷുവയുടെ ജീവിതത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ക്രിസ്തീയ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ക്രിസ്തീയ കൂട്ടായ്മകൾക്കോ ആരാധനയ്ക്കോ സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ്. ഇന്ന് മുൻഗണന അല്ലെങ്കിൽ പ്രയോറിറ്റി ഈ ലോകത്തിലുള്ള പലതും നേടിയെടുക്കുന്നതിനാണ്. ഞാനും എന്റെ കുടുംബവുമോ, ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് വിളിച്ചു പറയേണ്ട പല ക്രിസ്തീയ കുടുംബങ്ങളും ഇന്ന് തകർച്ചയുടെ വക്കിലാണെന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ തെരഞ്ഞെടുപ്പ് ദൈവത്തെ സേവിക്കുക എന്നതാണ്. ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ അതിധൈര്യമായി നിന്നുകൊണ്ട് ജോഷുവ പ്രസ്താവിക്കുന്നു, ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കും. അമിതമായ ധനമോഹം, ലവ് ഓഫ് മണി, വസ്ത്രങ്ങളോടും ആഭരണത്തോടുമുള്ള ഭ്രമം എന്നിവയൊക്കെ അന്യദൈവ സേവയാണെന്നുള്ള കാര്യവും നാം വിസ്മരിക്കരുത്. പൗലോസ്ലീഹ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതത്തിന് ഇടം കൊടുപ്പിൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ്ലീഹ നമ്മെ ശബ്ദമായി ഉത്ബോധിപ്പിക്കുന്നു, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ എന്ന്. സമയത്തിന്റെ ശരിയായ വിനിയോഗത്തെപ്പറ്റി യേശു താനും ശിഷ്യന്മാരെ പഠിപ്പിച്ചു. പകൽ ഉള്ളപ്പോൾ എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ ചെയ്യണം. ഭൂമിയിൽ യേശുനാഥനായിരുന്നപ്പോൾ എപ്പോഴും പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനയിലൂടെ അല്ലാതെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവിക ദാനമായ കുടുംബത്തോടൊപ്പം ദൈവിക വേലയിൽ സമയം കണ്ടെത്തി ദൈവേഷ്ടം ചെയ്യുവാൻ നമുക്ക് സന്നദ്ധരാകാം. പരമമായ നമ്മുടെ ജീവിത ലക്ഷ്യമെന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിക്കുക എന്നതാണ്. അതിനായി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെയും ശരിയായി വിനിയോഗിക്കേണ്ടതുണ്ട്. സാക്രിഫൈസ് അഥവാ ത്യാഗം എന്നാൽ ദൈവത്തിന് വിലയേറിയത് എന്തെങ്കിലും അർപ്പിക്കുന്ന പ്രവൃത്തിയാണ്. സമയം ഏറ്റവും വിലയേറിയതാകുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന സമയം കുടുംബത്തോടൊപ്പം ദൈവത്തിനായി വിനിയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും വിലയേറിയതാകുന്നു. ഈ നോമ്പിൽ ജോഷുവയെ പോലെ നമുക്കും ഒരു തീരുമാനമെടുക്കാം. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.